നമസ്കാരം. എൻ്റെ പേര് അമ്പിളി. 7ാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ കുഞ്ഞുമക്കളെയും ലേൺ വിത്ത് അമ്പിളി എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലി, അതിലെ യൂണിറ്റ് തിര മുറിച്ച് കനവ് നെയ്തവർ, അതിലെ ഒരു പാഠമാണ്. പാഠത്തിൻ്റെ പേര് അവസാനത്തെ ഇല. ഇത് ഒരു കഥയാണ്. ഈ കഥ എഴുതിയിരിക്കുന്നത് ലോകപ്രസിദ്ധനായ അമേരിക്കൻ സാഹിത്യകാരൻ ഒ ഹെൻറിയാണ്. അദ്ദേഹത്തിൻ്റെ ഒ ഹെൻറിയുടെ കഥകൾ എന്ന കഥാസമാഹാരത്തിലെ ഒരു കഥയാണ് പ്രസ്തുത പാഠഭാഗം. നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. ഇതൊരു കഥയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കഥ കേൾക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കും. കേൾക്കുക മാത്രമല്ല, നിങ്ങൾ കഥ വായിക്കാറുമുണ്ട്. ഇവിടെ ഞാൻ ഒരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ കഥ നടക്കുന്നത് ഇവിടെയെങ്ങുമല്ല, അമേരിക്കയിലാണ്. അവിടെ കാലിഫോർണിയയിൽ. അവിടെ 2 സുന്ദരികളായ ചെറുപ്പക്കാരികളുണ്ട്. അവർ ചിത്രകാരികളാണ്. അവരുടെ പേരെന്താണെന്നറിയാമോ? ജോൺസി, സ്യൂ. 2 പേരും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. അവർ ഒന്നിച്ചാണ് താമസിക്കുന്നത്, ഒരു കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ. അവരവിടെ ചിത്രം വരച്ചും സന്തോഷിച്ചും അങ്ങനെ ജീവിച്ച് വരുന്ന കാലത്ത് അവിടെ എന്താണ് സംഭവിച്ചത്? ഇതാ, അവിടേക്ക് ഒരാൾ കടന്നു വരികയാണ്. അയാൾ അദൃശ്യനാണ്. അയാളെ ആർക്കും കാണാൻ സാധിക്കുകയില്ല. അയാൾ അജ്ഞാതനാണ്. അയാളെക്കുറിച്ച് വലിയ വിവരങ്ങളൊന്നും ആർക്കറിയില്ല. എവിടെ നിന്നാണ് വരുന്നത്, എന്താണ് സ്വഭാവം, ഒരു കാര്യവും അറിയില്ല. അജ്ഞാതനാണ്. എന്തായാലും അയാൾ വന്നത് ഒരു നവംബർ മാസത്തിലാണ്. നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു മാസമല്ലേ നവംബർ, ഡിസംബർ ഒക്കെ. ആ സമയത്താണ് ഇയാൾ അവിടേക്ക് വരുന്നത്. ഇയാളുടെ സ്വഭാവം എന്താണെന്ന് അറിയുമോ? ആരുടെയും അനുവാദമില്ലാതെ ഇയാൾ എല്ലായിടത്തും കയറി ഇറങ്ങും. ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്ന് അയാൾ ചോദിക്കുകയില്ല. അയാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അയാളൊരു കടന്നുകയറ്റക്കാരനാണ്. അനുവാദമില്ലാതെ എവിടെയും ഇടിച്ചു കയറി ചെല്ലുന്ന ഒരാൾ. അയാൾ ഇതാ എത്തിയിരിക്കുന്നു. അയാൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അയാളെക്കുറിച്ച്. അയാളുടെ പേരാണ് ന്യൂമോണിയ. ന്യൂമോണിയ ഒരു രോഗമാണ്. ഇത് നമ്മുടെ ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത്. ശ്വാസകോശത്തിന്റെ അറകളിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, അണുബാധയുണ്ടാകുന്നു. തൽഫലമായിട്ട് നമുക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ശരിയായ വിധത്തിലുള്ള ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം ഉറപ്പ്. ന്യൂമോണിയ ബാധിക്കുന്ന എല്ലാവരും മരിക്കുകയില്ല, എന്നാൽ കുറച്ചുപേർ മരണമടയുക തന്നെ ചെയ്യും. അപ്പോൾ ആ കടന്നുകയറ്റക്കാരൻ ആരാണെന്ന് മനസ്സിലായില്ലേ? ന്യൂമോണിയ എന്ന രോഗം. അവൻ അങ്ങനെ എല്ലായിടത്തും കയറി ഇറങ്ങി ചില ആളുകളെയൊക്കെ പിടിക്കും, സ്പർശിക്കും. ആ കൂട്ടത്തിൽ നമ്മുടെ ജോൺസിയെയും അവൻ പിടികൂടി. നമ്മുടെ ചിത്രകാരിയായ പെൺകുട്ടി ജോൺസിയെ. അവൾ ന്യൂമോണിയ ബാധിച്ച് കിടപ്പിലായി. അവളുടെ കൂട്ടുകാരിയാണല്ലോ സ്യൂ. സ്യൂവിന് സഹിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല ഇത്. ഡോക്ടർ എല്ലാ ദിവസവും ജോൺസിയെ പരിശോധിക്കാൻ വീട്ടിലെത്തും. പക്ഷേ ജോൺസിക്ക് ഓരോ ദിവസം കഴിയുന്തോറും രോഗം കുറയുകയല്ല, മറിച്ച് കൂടി വരികയാണ് ചെയ്യുന്നത്. ഡോക്ടർ പറയുന്നു, ശിവനോട് പറയുകയാണ്, നിങ്ങളുടെ കൂട്ടുകാരി 10% മാത്രമേ വിജയിക്കാൻ, ജീവിതം തിരിച്ചു കിട്ടാൻ ഇനി സാധ്യതയുള്ളൂ. അതിന് കാരണം ഡോക്ടർ പറയുന്നത് എന്താണെന്നറിയാമോ? അവരുടെ ചിന്താഗതിയാണ്. ജോൺസി വിശ്വസിക്കുന്നു
താൻ തീർച്ചയായും മരണമടയും എന്ന്. ഇവിടെ ആളുകൾ ശവസംസ്കാര ചടങ്ങ് നടത്തുന്നവന്റെ കൂടെ മനസ്സുകൊണ്ട് ചേരുന്നത് വൈദ്യശാസ്ത്രത്തെ വളരെ ബാലിശമായി കാണിക്കുന്നു എന്നാണ് ഡോക്ടർ പറയുന്നത്. ശവസംസ്കാര ചടങ്ങ് നടത്തുന്നവൻ, അയാളുടെ ചിന്തയും ആഗ്രഹവും എല്ലാം എന്തായിരിക്കും? മരണമായിരിക്കും, മറ്റുള്ളവരുടെ മരണം. മറ്റുള്ള ആളുകൾ മരിച്ചാൽ മാത്രമേ ഇയാൾക്ക് തൊഴിൽ ജോലി ഉണ്ടാവുകയുള്ളൂ. അവരുടെ സംസ്കാരാദി കർമ്മങ്ങളെല്ലാം ചെയ്യണം, അപ്പോൾ അയാൾക്ക് പ്രതിഫലം ലഭിക്കും. അപ്പോൾ ശവസംസ്കാര ചടങ്ങ് നടത്തുന്നവന്റെ മനസ്സിലെ ചിന്ത മരണം എന്നതാണ്, മറ്റുള്ളവരുടെ. അങ്ങനെയുള്ള ഒരാളുടെ ചിന്താഗതിയോടുകൂടി ഞാൻ മരിക്കും എന്ന് വിചാരിച്ച് ഉറപ്പോടെ ഇരുന്നാൽ എന്ത് മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല, വൈദ്യശാസ്ത്രം തോൽക്കുക തന്നെ ചെയ്യും. അതാണ് ഇവിടെ ഡോക്ടർ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏതൊരു കാര്യത്തിലും വച്ചു പുലർത്തേണ്ട ചിന്ത ശുഭാപ്തി വിശ്വാസമാണ്. ഏതു കാര്യവും വിജയിക്കും, അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എത്ര പ്രതിബന്ധങ്ങൾ വന്നാലും അതൊക്കെ തരണം ചെയ്ത് നമുക്കത് നേടിയെടുക്കാൻ, വിജയത്തിലെത്താൻ സാധിക്കും. നിങ്ങളുടെ എക്സാം അടുത്തു വരികയാണ്. ഞാൻ എത്ര പഠിച്ചാലും എനിക്ക് എക്സാമിന് നല്ല മാർക്ക് കിട്ടുകയില്ല, ഞാൻ ജയിക്കുകയില്ല എന്നൊരു ചിന്ത നിങ്ങൾ മനസ്സിൽ വെച്ച് പുലർത്തിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുകയില്ല, എക്സാം നന്നായിട്ട് എഴുതാൻ തോന്നുകയില്ല. നിങ്ങളുടെ ചിന്ത പോലെ തന്നെ സംഭവിക്കുകയും ചെയ്യും. എന്നാൽ ഞാൻ നന്നായി പഠിക്കും, എനിക്ക് ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങാൻ സാധിക്കും എന്ന ഒരു ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ നിങ്ങൾ നന്നായി കഠിനാധ്വാനം ചെയ്യുകയും അതിന്റെ വിജയം നിങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്യും. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ മനസ്സിൽ വേണ്ടത് എന്താണ്? ശുഭാപ്തി വിശ്വാസം, നല്ലത് വന്നു ചേരും എന്നുള്ള ചിന്ത. പക്ഷേ ഇവിടെ നമ്മുടെ ജോൺസിക്ക് ആ ചിന്തയില്ല. അവൾ ഉറപ്പിച്ചിരിക്കുകയാണ് താൻ മരിക്കും എന്ന്. അങ്ങനെ ഡോക്ടർ പോകുന്നു. നമ്മുടെ സ്യൂ ഇതെല്ലാം കേട്ട് സങ്കടപ്പെടുകയാണ്. അവളുടെ ഉറ്റ ചങ്ങാതിയാണല്ലോ ജോൺസി. സ്യൂ തന്റെ മുറിയിൽ ചെന്നിരുന്ന് കരയുന്നു. കരഞ്ഞ് കരഞ്ഞ് അവളുടെ കയ്യിലിരുന്ന ടവൽ നനഞ്ഞു കുതിർന്നു എന്നാണ് കഥാകാരൻ ഇവിടെ പറയുന്നത്. അപ്പോൾ അവളുടെ വേദന എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്തായാലും സ്യൂ അവിടെ നിന്നും എഴുന്നേറ്റ് ജോൺസിയുടെ അടുത്ത് ചെല്ലുകയാണ്. ജോൺസി ആണെങ്കിൽ അവളുടെ കട്ടിലിൽ തളർന്ന് ക്ഷീണിച്ച് അങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കിടന്നുകൊണ്ട് ജോൺസി ഒരു കാര്യം അവിടെ ചെയ്യുന്നുണ്ട്. എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ജോൺസി ചെയ്യാൻ പോകുന്ന കാര്യം മറ്റൊന്നുമല്ല. അവൾ ആ മുറിയിലെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. പുറത്ത് എന്താണുള്ളത്? ഒരു മുറ്റമുണ്ട്. ആ മുറ്റത്തിന്റെ അറ്റത്തായിട്ട് ഒരു ഇഷ്ടിക ചുമരുണ്ട്. ആ ഇഷ്ടിക ചുമരിന്റെ ഭിത്തി, അതില് ഒരു വള്ളിച്ചെടി പടർന്നു കയറിയിട്ടുണ്ട്. ആ വള്ളിച്ചെടിയുടെ കൂടുതൽ ഭാഗവും നശിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഗ്രീഷ്മത്തിന്റെ ആ ചൂടിലും തണുപ്പിലും ഒക്കെ പെട്ടിട്ട് ആ വള്ളിച്ചെടിയുടെ കുറേ ഭാഗം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ കുറച്ചവിടെ നിൽക്കുന്നുണ്ട്. അതില് കുറച്ച് ഇലകളുമുണ്ട്. ആ ഇലകൾ ഓരോന്നോരോന്നായിട്ട് കൊഴിഞ്ഞ് താഴെ വീഴുന്നുണ്ട്. അതാണ് അവൾ ആ കട്ടിലിൽ കിടന്നുകൊണ്ട് എണ്ണുന്നത്. അവൾ എണ്ണുകയാണ്. 11 ഇലയുണ്ട്. പിന്നെ അവൾ 10, 9, 8, 7 ഇങ്ങനെ എണ്ണി വരികയാണ്. കണ്ടോ, എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ജോൺസി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ വന്നപ്പോൾ നമ്മുടെ സ്യൂവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തായാലും ജോൺസി വളരെ അവശതയിലാണ്, മരണം ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അവൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്യൂ പറയുന്നു, അവൾക്ക് ഒരാഗ്രഹമുണ്ട്, എപ്പോഴും പറയാറുള്ളതാണത്.
നേപ്പിൾസ് ഉൾക്കടലിന്റെ ചിത്രം വരച്ച് പെയിന്റ് ചെയ്യണമെന്ന്. അതാണ്. എന്താണ് നേപ്പിൾസ് ഉൾക്കടൽ? കേട്ടിട്ടുണ്ടോ? നേപ്പിൾസ് ഉൾക്കടൽ തെക്കൻ ഇറ്റലിയിലെ ഒരു നഗരമാണ് നേപ്പിൾസ്, തെക്കൻ ഇറ്റലി. ആ നേപ്പിൾസ് നഗരത്തിന്റെ തെക്ക് പടിഞ്ഞാറായിട്ട് ടൈറേനിയൻ കടലിന്റെ അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു പ്രവേശന കവാടമുണ്ട്. അതാണ് നേപ്പിൾസ് ഉൾക്കടൽ. നേപ്പിൾസ് ഉൾക്കടലിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതിമനോഹരമാണ്. അതിന്റെ ചുറ്റുപാടും പ്രകൃതി ഭംഗി അത്രമാത്രം ശോഭിച്ചു നിൽക്കുന്നു. ചുരുക്കത്തിൽ അതീവ പ്രകൃതി ഭംഗിയോട് കൂടിയ ഒരു ഉൾക്കടലാണ് നേപ്പിൾസ് ഉൾക്കടൽ. അപ്പൊ അതിന്റെ ചിത്രം വരയ്ക്കണം, പെയിന്റ് ചെയ്യണം. ഇത് ജോൺസിക്ക് ഒരു ആഗ്രഹമാണ്. ഡോക്ടറുടെ ചോദ്യത്തിന് മറുപടിയായി നമ്മുടെ സ്യൂ ഇങ്ങനെ പറയുന്നു. നമ്മൾ വീണ്ടും കഥയിലേക്ക് വരികയാണ്. നമ്മുടെ ജോൺസി എണ്ണുന്നത് എന്താണെന്ന് മറന്നിട്ടില്ലല്ലോ. എന്താണ്? ആ ഇഷ്ടിക ചുമരിലുള്ള വള്ളിച്ചെടിയിലെ ഇലകൾ കൊഴിയുന്നത് അല്ലേ? വെറുതെ കിടക്കുമ്പോൾ ഒന്നും ചെയ്യാനില്ല എങ്കിൽ അങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കാം. പക്ഷേ ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ജോൺസി അങ്ങനെ എണ്ണുന്നതിനൊരു കാരണമുണ്ട്. അവളുടെ മനസ്സിൽ ഒരു വിശ്വാസം കടന്നുകൂടിയിരിക്കുന്നു. എന്താണത്? ആ ഇലകൾ കൊഴിഞ്ഞു കൊഴിഞ്ഞ് അവസാനത്തെ ഇലയും കൊഴിയുമ്പോൾ, താഴെ വീഴുമ്പോൾ അതോടെ അവൾ മരിക്കുമെന്ന്. അങ്ങനെ ഒരു വിശ്വാസം, യഥാർത്ഥത്തിൽ അതിനെ ശരിയായ വിശ്വാസം എന്നല്ല നമ്മൾ അർത്ഥം എടുക്കേണ്ടത്. അതൊരു അന്ധവിശ്വാസമാണ്. പക്ഷെ അവളുടെ ഉള്ളിൽ അത് ഉറച്ചിരിക്കുകയാണ്. അവൾ ഉറപ്പിച്ചിരിക്കുകയാണ്, തീർച്ചയായിട്ടും ആ വള്ളിച്ചെടിയിലെ അവസാനത്തെ ഇലയും കൊഴിഞ്ഞു വീഴുമ്പോൾ താനും മരണപ്പെടും എന്നത്. അതിനാണ് അവൾ ഓരോ ഇലയും എണ്ണിക്കൊണ്ടിരിക്കുന്നത്. സ്യൂ പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും വിശ്വസിക്കരുത്. ആ വള്ളിച്ചെടിയും നിന്റെ ജീവിതവുമായി എന്താണ് ബന്ധം? അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കുകയില്ല എന്ന് സ്യൂ ഉറപ്പിച്ച് ജോൺസിയോട് പറയുന്നുണ്ട്, അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പക്ഷെ ജോൺസി അതൊന്നും സമ്മതിക്കുന്നില്ല. അവൾക്കൊന്നും വേണ്ട. അവൾക്ക് സൂപ്പ് വേണ്ട, അവൾക്ക് എഴുന്നേറ്റിരിക്കേണ്ട, ചുറ്റുപാടുകളൊന്നും കാണണ്ട. അവൾ അതേ കിടപ്പിൽ കിടന്നുകൊണ്ട് മരണത്തെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണ്. അതിനുള്ള സമയം കാത്തിരിക്കുകയാണ്. സമയം ഏതാണ്? ആ അവസാനത്തെ ഇല നിലം പതിക്കുമ്പോൾ. സ്യൂ പിന്നീട് എന്ത് ചെയ്യുന്നു? നമുക്കൊന്ന് നോക്കാം. സ്യൂ അവിടുന്ന് അവളോട് പറയുകയാണ്, എനിക്കൊരു ചിത്രം വരയ്ക്കണം. ആ ചിത്രം ഈ മുറിയിൽ ഇരുന്നു കൊണ്ട് തന്നെ എനിക്ക് വരയ്ക്കണം. കാരണം ഇവിടെയാണ് വെളിച്ചമുള്ളത്. ഞാൻ അതിനായിട്ട് താഴെ പോയിട്ട് ബർമാനെ വിളിച്ചു കൊണ്ടുവരാം. ഇവിടെ നമ്മുടെ കഥയിൽ ഇതാ ഒരു കഥാപാത്രം കടന്നു വരുന്നു. പേര് ബർമാൻ. ഈ കഥയിലെ ഏറ്റവും പ്രധാന കഥാപാത്രം എന്ന് തന്നെ നമുക്ക് ബർമാനെ വിശേഷിപ്പിക്കാം. ബർമാൻ ആരാണ്? അദ്ദേഹത്തിന്റെ പ്രസക്തി എന്താണ്? നമ്മുടെ സ്യൂ പറയുകയാണ്, ഞാൻ ചിത്രം വരയ്ക്കുന്നത് വരെ നീ ഉറങ്ങുക, വിശ്രമിക്കുക. ഞാൻ താഴെ പോയിട്ട് ബർമാനെ വിളിച്ചു കൊണ്ടുവരട്ടെ. ബർമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾ എങ്ങനെയുള്ള ആളാണെന്ന് നമുക്കൊന്ന് നോക്കാം. ബർമാൻ നമ്മുടെ ജോൺസിയും സ്യൂവും താമസിക്കുന്ന കെട്ടിടത്തിലെ താഴത്തെ നിലയിൽ താമസിക്കുന്ന ആളാണ്. അദ്ദേഹവും ഒരു ചിത്രകാരനാണ്. 60 വയസ്സുള്ള ഒരു വൃദ്ധനുമാണ്. നമ്മുടെ ബർമാൻ കാണാൻ എങ്ങനെയുള്ള ആളാണ്? സുന്ദരനാണോ? നമുക്കൊന്ന് നോക്കാമല്ലേ? നമ്മുടെ കഥാകാരൻ പറയുന്നു, ബർമാൻ ഒരു കുട്ടിപ്പിശാച്ചിന്റെ ദേഹവും മനുഷ്യാകൃതിയും ആടിന്റെ ശരീരലക്ഷണങ്ങളുമുള്ള ആളാണെന്ന്. അപ്പോൾ സുന്ദരനാണ് അല്ലേ? ആണോ? അല്ല. ഒരു കുട്ടിപ്പിശാച്ചിന്റെ രൂപം, അങ്ങനെയുള്ള മനുഷ്യാകൃതി,
ആടിന്റെ ശരീരലക്ഷണങ്ങൾ. നിങ്ങളുടെ മനസ്സിൽ ആ ബർമാന്റെ രൂപം ഒന്ന് കാണൂ. കണ്ടോ? അതെ, മൈക്കൽ ആഞ്ചലോ. കേട്ടിട്ടുണ്ടോ ആ നാമം? ലോകപ്രസിദ്ധനായ ഇറ്റാലിയൻ ചിത്രകാരനാണ്, ശില്പിയാണ്, കവിയാണ് മൈക്കൽ ആഞ്ചലോ. മൈക്കൽ ആഞ്ചലോയുടെ പ്രസിദ്ധമായ 2 ചുമർ ചിത്രങ്ങളുണ്ട്. ലോകപ്രസിദ്ധമാണ് അവ. എവിടെയാണെന്നറിയാമോ അദ്ദേഹം വരച്ചിരിക്കുന്നത്? റോമിലെ സിസ്റ്റൈൻ ചാപ്പലിന്റെ മച്ചിന്മേൽ ബൈബിളിലുള്ള ഒരു സൃഷ്ടിയുടെ കഥ. കൂടാതെ ആ ചാപ്പലിന്റെ ചുമരിന്മേൽ ക്രൈസ്തവ സങ്കല്പത്തിലെ അന്ത്യവിധി രംഗങ്ങളും അദ്ദേഹം വരച്ചു. ആ 2 ചിത്രങ്ങളാണ് പാശ്ചാത്യ കലയുടെ ചരിത്രത്തെ ഏറ്റവും അധികം സ്വാധീനിച്ചത് എന്ന് തന്നെ പറയാം. മൈക്കൽ ആഞ്ചലോ ഒരു ശില്പം ഉണ്ടാക്കിയിട്ടുണ്ട്. മോസസ്, ബൈബിളിലെ മോശ. സാൻ പിയാട്രോ പള്ളിയിൽ ആണ് ഈ ശില്പം സ്ഥാപിച്ചിട്ടുള്ളത്. മോസസ് എന്ന ശില്പം. ആ ശില്പം എങ്ങനെയാണ് ഇരിക്കുന്നത്? അതിന്റെ തലയിൽ 2 കൊമ്പുകളുണ്ട്. കൂടാതെ ചുരുണ്ട മുടി ഇങ്ങനെ നീണ്ടു താഴത്തേക്ക് കിടക്കുന്നു. താടിരോമങ്ങളും താഴത്തേക്ക് കിടക്കുന്നു. ചുരുക്കത്തിൽ വികൃതമായ ഒരു രൂപം തന്നെയാണ് ആ ശില്പം. ഇവിടെ നമ്മുടെ ബർമാനെ ആ ശില്പത്തോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ നമ്മുടെ ബർമാൻ ഒരു സുന്ദരനല്ല എന്ന് മാത്രമല്ല, ഒരു വികൃത രൂപനും കൂടി ആണെന്നർത്ഥം. നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ബർമാൻ ഒരു ചിത്രകാരനാണെന്ന്. 60 വയസ്സുമായി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതുവരെ നല്ല ഒരു ചിത്രം അദ്ദേഹം വരച്ചിട്ടില്ല. അദ്ദേഹത്തിന് വരയ്ക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കും, ഞാനൊരു നല്ല ചിത്രം വരയ്ക്കും, അതെന്റെ മാസ്റ്റർ പീസ് ആയിരിക്കും എന്ന്. ആ മാസ്റ്റർ പീസ് എന്താണ്? മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ഒരു കലാകാരന്റെ ഏറ്റവും പ്രശസ്തമായ കലാസൃഷ്ടിയെയാണ് മാസ്റ്റർ പീസ് എന്ന് പറയുന്നത്. നമ്മുടെ ബർമാനും പറഞ്ഞുകൊണ്ട് നടക്കും, ഞാനൊരു ചിത്രം വരയ്ക്കും, അതെന്റെ മാസ്റ്റർ പീസ് ആയിരിക്കുമെന്ന്. പക്ഷെ പറയല് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ 40 വർഷമായിട്ട് ഒരു ചിത്രം പോലും അദ്ദേഹം വരച്ചിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് എന്താണ് ജോലി? അവിടെ കുറെ യുവ ചിത്രകാരന്മാരുണ്ട്. അവർക്ക് മോഡലായിട്ടിരിക്കുക. ആ മോഡലിംഗ് ചെയ്യുമ്പോൾ അവർ പണം കൊടുക്കും. അതാണ് അദ്ദേഹത്തിന്റെ വരുമാന മാർഗം. ഇവിടെ നമ്മുടെ സ്യൂ ബർമാനെ വിളിക്കാൻ പോയിരിക്കുന്നത് എന്തിനാണ്? സ്യൂ ഒരു ചിത്രം വരയ്ക്കാൻ പോകുന്നു, ഒരു ഖനി തൊഴിലാളിയുടെ ചിത്രം. ആ ചിത്രത്തില് ഖനി തൊഴിലാളിയായിട്ട് മോഡലായിട്ട് ഇരിക്കാൻ ബർമാനെ വിളിക്കാൻ പോയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്യൂ താഴെ ചെന്നു ബർമാനെ കാണുന്നു. പിന്നെ നമ്മുടെ ബർമാന് വേറെ ചില ദോഷങ്ങളും കൂടി ഉണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടുപോയതാ. ആള് ഭയങ്കര തീഷ്ണ സ്വഭാവക്കാരനാണ്, ചൂട്ടുപിടിച്ച ആളാണ്, ദേഷ്യക്കാരനാണ്. മൃദുല ഭാവം, അത് ശാന്തമായ ഭാവം പുള്ളിക്ക് ഇഷ്ടമല്ല. അത് ആരെങ്കിലും കണ്ടാൽ തന്നെ പുള്ളി പരിഹസിച്ചിരുന്നു. ഇപ്പൊ ചുരുക്കത്തിൽ ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണോ നമ്മുടെ ബർമാൻ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നല്ലവനാണെന്ന്? നമുക്ക് കഥ അവസാനം വരെ ഒന്ന് കേൾക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ബർമാൻ നല്ലവനാണോ ദുഷ്ടനാണോ എന്ന്. അങ്ങനെ സ്യൂവും ബർമാനും തമ്മില് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. സംസാരിച്ച കൂട്ടത്തിൽ നമ്മുടെ ജോൺസിയുടെ കാര്യവും സ്യൂ പറയുന്നു. അവളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇലകൾ താഴെ വീഴുന്നത് എണ്ണുന്ന കാര്യവും എല്ലാം പറയുകയാണ്. ഇത് കേട്ടിട്ട് ബർമാന്റെ ചുമന്ന കണ്ണുകളിൽ നിന്നും കണ്ണുനീർ വരുന്നതായിട്ട് പറയുന്നു. ചുവന്ന കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതിനിടയിൽ അയാൾ പറയുന്നുണ്ട്, ഇത്തരം ബുദ്ധിഹീനമായ സങ്കല്പങ്ങളെ കുറിച്ചുള്ള അവജ്ഞ അയാൾ ഉച്ചത്തിൽ പ്രകടിപ്പിച്ചു. ജോൺസി ഇപ്പോൾ ചെയ്യുന്നത് ബുദ്ധിഹീനമായ ഒരു പ്രവൃത്തിയാണ് എന്നാണ് അയാൾ പറയുന്നത്. ഒരിക്കലും അത് ശരിയായ ഒന്നല്ല.
എന്നയാൾ ഉറപ്പിച്ച് പറയുകയാണ്. എന്നിട്ട് ആ നശിച്ച വള്ളിച്ചെടിയിൽ നിന്നും ഇലകൾ കൊഴിയുന്നുവെന്ന് കരുതി മരിക്കാൻ തയ്യാറാകുന്നത്ര വിഡ്ഢിത്തമുള്ള ആളുകൾ ഈ ഭൂമിയിലുണ്ടോ? അയാൾ ചോദിക്കുന്നു. ഒരു നശിച്ച വള്ളിച്ചെടി, ആ വള്ളിച്ചെടിയിൽ നിന്നും ഇലകൾ കൊഴിയുമ്പോൾ ഞാൻ മരിക്കും എന്ന് വിചാരിക്കുന്ന ആളുകളാണോ, ബുദ്ധിശൂന്യരായ ആളുകളാണോ ഉള്ളത്? അയാൾക്ക് ദേഷ്യം വരികയാണ്. അയാൾ പറയുന്നു, ഇങ്ങനെയുള്ളവരുടെ അടുത്ത് ഞാൻ മോഡൽ ചെയ്യാനൊന്നും വരികയില്ല. എന്നിട്ട് സ്യൂവിനെ വഴക്കും പറയുന്നുണ്ട്. നീ അവളെ അനുവദിക്കരുതായിരുന്നു ഈ ഇലകൾ എണ്ണാനും ഇങ്ങനെയുള്ള ചിന്താഗതി വച്ചു പുലർത്താനും നീ അനുവദിക്കരുതായിരുന്നു. നീ അവളുടെ കൂട്ടുകാരിയല്ലേ, നിനക്ക് അവളുടെ തെറ്റ് തിരുത്താമായിരുന്നില്ലേ? അല്ലേ ജോൺസി, നീ ചെയ്യുന്നത് ശരിയല്ല. ഇലകളും നിന്റെ ജീവനുമായിട്ട് ഒരു ബന്ധവുമില്ല. നീ വെറുതെ നോക്കി അങ്ങനെ ഇരുന്ന് നീ മരിക്കും എന്ന് പറയരുത്. അങ്ങനെയൊക്കെ പറഞ്ഞു നിനക്ക് തിരുത്താമായിരുന്നില്ലേ എന്ന് ദേഷ്യത്തോടെ ബർമാൻ ജോൺസിയോട് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ബർമാൻ ഞാനവിടെ തെറ്റു പറഞ്ഞു, ജോൺസിയോട് പറയുന്നു എന്നാണ് പറഞ്ഞത്. അതൊരു തെറ്റാണ് കേട്ടോ. സ്യൂവിനോട് പറയുന്നു. എന്നിട്ട് ഞാൻ നിന്റെ കൂടെ ചിത്രത്തിന് മോഡലായിരിക്കാൻ വരില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും സുവിന്റെ ഒപ്പം മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. അവരവിടെ മുകളിൽ ചെല്ലുന്നു. ആ സമയത്ത് നമ്മുടെ ജോൺസി ഉറങ്ങുകയാണ്. രണ്ടുപേരും ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുന്നു. ഭിത്തി കാണുന്നു, വള്ളിച്ചെടി കാണുന്നു. അതിനുശേഷം ബർമാൻ മോഡലായിട്ടിരുന്ന്, ഖനിത്തൊഴിലാളിയായിട്ടിരുന്ന് മോഡലിംഗ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. രാത്രിയാണ്. സമയം കുറെ വൈകിയിരിക്കുന്നു. നല്ല മഴ പെയ്യുന്നുണ്ട്, തണുപ്പുണ്ട്, നല്ല കാറ്റും അടിക്കുന്നുണ്ട്. ബർമാൻ താഴത്തേക്ക് ഇറങ്ങിപ്പോയി. എന്നിട്ട് എന്താണ് സംഭവിച്ചത് അവിടെ? അടുത്ത ദിവസം നേരം പുലർന്നു. ജോൺസി എഴുന്നേറ്റു. സ്യൂവും എഴുന്നേറ്റു. ജോൺസി എന്തിനായിരിക്കും തിടുക്കം കാണിച്ചിരിക്കുക? ആ ജനാലയിലൂടെ നോക്കണം, ഇലകളെല്ലാം താഴെ വീണോ എന്ന് അറിയണം. ജോൺസിക്ക് ഉറപ്പായിരുന്നു അവസാനത്തെ ഇലയും ഇന്നലെ രാത്രിയിലെ മഴയിൽ കാറ്റിൽ താഴെ വീണിട്ടുണ്ടാകും എന്ന്. അവൾ ഉറപ്പോടെ നോക്കുകയാണ്. നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? ഒരില മാത്രം, ആ വള്ളിച്ചെടിയിലെ അവസാനത്തെ ഇല മാത്രം അവിടെ അങ്ങനെ നിൽക്കുന്നു. അത് താഴെ വീണിട്ടില്ല. അവൾ ചിന്തിക്കുകയാണ്, ഇത്രയധികം മഴയും ഭയാനകമായ കാറ്റും രാത്രി മുഴുവൻ വീശിയടിച്ചിട്ടും ആ ഇഷ്ടിക ചുമരിലെ വള്ളിച്ചെടിയിൽ ഒരു ഇല അവശേഷിച്ചിരിക്കുന്നു, അത് താഴെ വീണിട്ടില്ല എന്ന്. ആ ഇലയ്ക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു കേട്ടോ. ആ തണ്ടിന്റെ അടുത്തുള്ള ഭാഗം നല്ല പച്ച നിറമായിരുന്നു എങ്കിലും ആ ഇലയുടെ അരികുകളിൽ പഴുപ്പ് ഉണ്ടെന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഒരല്പം മഞ്ഞ നിറവും വ്യാപിച്ചിരുന്നു. അതായത് ഉടനെ അത് താഴെ വീഴാൻ സാധ്യതയുണ്ട്, പഴുത്തു തുടങ്ങിയിരിക്കുന്നു എന്ന് കാണുന്നവർക്ക് തോന്നും. അതുപോലെയാണ് ആ ഇല അവിടെ നിൽക്കുന്നത്. അപ്പോഴും ജോൺസി പറഞ്ഞു, അത് അവസാനത്തേതാണ്, തീർച്ചയായിട്ടും അത് രാത്രിയിൽ വീണു പോകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്തായാലും അത് വീഴുക തന്നെ ചെയ്യും, അതോടെ ഞാൻ മരിക്കുകയും ചെയ്യും. അപ്പോഴും നമ്മുടെ ജോൺസി ആ വിശ്വാസത്തിൽ തന്നെ നിൽക്കുകയാണ്, ആ ഇലയോടൊപ്പം തന്റെ മരണവും ഉറപ്പ് എന്ന്. വീണ്ടും സമയം മുന്നോട്ട് പോവുകയാണ്. വള്ളിച്ചെടിയിലെ ഇല താഴെ വീഴുന്നില്ല. അവൾ കുറെ നേരം അത് നോക്കി അങ്ങനെ കിടക്കും, പിന്നെയും നോക്കും, അപ്പോഴൊന്നും അത് താഴെ വീണിട്ടില്ല. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അവളുടെ മനസ്സിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരികയാണ്. അവൾ പറയുന്നു, ഞാനൊരു ചീത്ത കുട്ടിയായിരുന്നു സ്യൂ. ഞാൻ അത്ര ദുഷ്ടയാണെന്ന് കാണിക്കാനായി എന്തോ കാരണത്താൽ ആ ഇല അവിടെ തന്നെ നിൽക്കുന്നു. മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പാപമാണ്. കണ്ടോ, ജോൺസിയുടെ മനസ്സിലേക്ക് ചിന്ത മാറി വരുന്നത്. ഇല വീഴാതെയായപ്പോൾ അവൾ ചിന്തിക്കുകയാണ്, മരണം എന്ന് അല്ലെങ്കിൽ മരണം ആഗ്രഹിക്കുന്നത് പാപമാണ്. എനിക്ക് അല്പം സൂപ്പ് തരൂ. കണ്ടോ, അവൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു ചെറിയ ആഗ്രഹം വരുന്നു. അല്ലയോ സ്യൂ, എനിക്ക് കുറച്ച് സൂപ്പ് തരൂ.
പിന്നെ എന്റെ മുഖം നോക്കാൻ ഒരു കണ്ണാടി തരൂ. ഈ തലേണ ഒക്കെ ഒന്ന് കൊണ്ടുവന്ന് വച്ചാൽ നീ പാചകം ചെയ്യുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടുകൊള്ളാം. ജോൺസിയുടെ ആ മനസ്സിൽ വരുന്ന മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങളാണ് നമ്മൾ അവിടെ കാണുന്നത് അല്ലെ. അവൾക്ക് വിശപ്പ് വരുന്നു, അവളുടെ സൗന്ദര്യം നോക്കണമെന്ന് ആഗ്രഹം വരുന്നു, അങ്ങനെയുള്ള ചിന്താഗതികൾ. എന്തായാലും ഇല വീഴുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾക്ക് തന്നെ സ്വയം മാറ്റം വരികയാണ്. മരണം വേണമെന്ന് ആഗ്രഹിക്കുന്നത് പാപമാണെന്ന് വരെ അവൾ ചിന്തിക്കുന്നു. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞു. അവളിതാ വീണ്ടും പറയുന്നു. എന്താണ്? അവൾക്കൊരു ആഗ്രഹമുണ്ട് എന്ന് സ്യൂ പറഞ്ഞിരുന്നല്ലോ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്താണ് അവളുടെ ഒരു ആഗ്രഹം? ഓർത്തു നോക്കൂ. നേപ്പിൾസ് ഉൾക്കടൽ പെയിന്റ് ചെയ്യണം അല്ലെ. അതെ, അവളിവിടെ പറയുന്നു, എനിക്ക് നേപ്പിൾസ് ഉൾക്കടൽ പെയിന്റ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ജോൺസി ജീവിതത്തിലേക്ക് കുറേശ്ശെ കടന്ന് വരികയാണ് അല്ലെ. ആ മരണത്തിൽ നിന്നും അവൾ മോചിതയായി കൊണ്ടിരിക്കുന്നു. അവളുടെ ആഗ്രഹം അവൾക്ക് ചെയ്യണമെന്ന് വരെ താല്പര്യം വന്നിരിക്കുന്നു. അങ്ങനെ ഉച്ചയായി. ഡോക്ടർ വന്നു, നമ്മുടെ ജോൺസിയെ പരിശോധിച്ചു. എന്നിട്ട് പറഞ്ഞു, അവൾ രോഗത്തിന്റെ പകുതി ഭാഗം കടന്നു കഴിഞ്ഞിരിക്കുന്നു. നന്നായി ശ്രദ്ധിച്ചാൽ അവൾ രക്ഷപ്പെടും, ഉറപ്പു തന്നെ. എന്നിട്ട് ഡോക്ടർ പറയുന്ന അടുത്ത കാര്യം ഒന്ന് നോക്കൂ. ഇനി എനിക്ക് താഴത്തെ നിലയിൽ ഒരു രോഗിയെ കാണണം. താഴത്തെ നിലയിൽ ഒരു രോഗിയുണ്ട്, ന്യൂമോണിയ ബാധിച്ച ഒരു രോഗിയുണ്ട്. ആ രോഗിയെ കാണണം. ആരായിരിക്കാം ആ രോഗി? ഇന്നലെ വരെ അവിടെ അങ്ങനെ ഒരു രോഗി ഉണ്ടായിരുന്നില്ല. ഇന്ന് ആരായിരിക്കാം ആ രോഗി? മറ്റാരുമല്ല, നമ്മുടെ ബർമാൻ തന്നെ. ന്യൂമോണിയയാണ് ഡോക്ടർ പറഞ്ഞു. വളരെ വയസ്സായി ക്ഷീണിച്ച ഒരാളാണ്. അസുഖമാണെങ്കിൽ വളരെ മൂർച്ഛിച്ചതുമാണ്, കൂടിയിരിക്കുന്നു. ഒരു പ്രതീക്ഷയുമില്ല. ഇന്ന് ആസ്പത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ബർമാന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. അയാൾക്ക് ന്യൂമോണിയ പിടിപെട്ടിരിക്കുന്നു, അത് വളരെ കൂടുതലാണ്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അടുത്ത ദിവസം വീണ്ടും ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, നമ്മുടെ ജോൺസി അപകടനില തരണം ചെയ്തിരിക്കുന്നു. അവൾക്ക് നല്ല പോഷകാഹാരവും നല്ല ശ്രദ്ധയും കൊടുത്താൽ മതി, എല്ലാം ശരിയാകും. അങ്ങനെ നമ്മുടെ ജോൺസി രക്ഷപ്പെട്ടു മരണത്തിൽ നിന്ന്. നല്ല കാര്യം തന്നെയല്ലേ? പക്ഷേ ഇവിടെ മറ്റൊന്ന് സംഭവിച്ചു. അതെന്താണ്? മറ്റൊന്നുമല്ല, സ്യൂ അവളോട് പറയുകയാണ്, നമ്മുടെ ബർമാൻ ഇന്ന് ആസ്പത്രിയിൽ വെച്ച് ന്യൂമോണിയ ബാധിച്ച് മരിച്ചു. ജോൺസി അല്ല മരിച്ചത്, പകരം ബർമാൻ. ബർമാൻ എങ്ങനെയാണ് ന്യൂമോണിയ വന്നത് അറിയാമോ നിങ്ങൾക്ക്? അന്ന് രാത്രി സ്യൂവിനോടൊപ്പം മോഡലിംഗ് ചെയ്തിട്ട് താഴത്തേക്ക് ഇറങ്ങിപ്പോയ ബർമാൻ നേരെ പോയത് ആ ഇഷ്ടിക ഭിത്തിയിലെ ചുമരിൽ ആ വള്ളിച്ചെടി പടർന്നു കയറിയിട്ടുണ്ടല്ലോ, അവിടേക്കാണ്. അവിടെ ചെന്നപ്പോൾ അവസാനത്തെ ഇലയും താഴത്തേക്ക് വീണിരിക്കുന്നു. അതിലൊറ്റ ഇലയും ഇല്ല. ബർമാൻ എന്ത് ചെയ്തു? അവിടെ ഒരു ഇല വരച്ചു, പെയിന്റ് ചെയ്തു. ആ വള്ളിച്ചെടിയിലെ തണ്ടിൽ തൂങ്ങിക്കിടക്കുന്ന ആ അവസാനത്തെ ഇല യഥാർത്ഥത്തിലുള്ള ഇലയായിരുന്നില്ല. ജോൺസി കണ്ടത് ബർമാൻ വരച്ച ആ പെയിന്റിംഗ് ആയിരുന്നു. ആ രാത്രിയിലെ കാറ്റും തണുപ്പും മഴയും എല്ലാം സഹിച്ച് ജോൺസിക്ക് വേണ്ടി, ജോൺസിയുടെ ജീവന് വേണ്ടി ആ വൃദ്ധനായ ബർമാൻ അദ്ദേഹത്തിന്റെ മനസ്സിലെ ഭാവനയിലെ ആ ചിത്രം, ആ മനോഹരമായ ഇലയുടെ ചിത്രം അവിടെ വരച്ചതുകൊണ്ട് അദ്ദേഹത്തിന് പ്രഭാതമായപ്പോഴേക്കും ന്യൂമോണിയ പിടിപെട്ടു. അദ്ദേഹം മരണമടയുകയും ചെയ്തു. നമ്മൾ പഠിച്ചല്ലോ, 40 വർഷമായി അദ്ദേഹം പെയിന്റ് ചെയ്യാൻ, മാസ്റ്റർ പീസ് ഞാൻ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഒരു ചിത്രം പോലും അദ്ദേഹത്തിന് വരയ്ക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ക്യാൻവാസ് ആ പീഠത്തിൽ അങ്ങനെ ഇരിപ്പുണ്ട് 25 വർഷമായിട്ട്.
പക്ഷെ ചിത്രം വരയ്ക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് അദ്ദേഹം അത് വരച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ചിത്രം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ആ വള്ളിച്ചെടിയിലെ അവസാനത്തെ ഇല മാസ്റ്റർ പീസ് ചിത്രം തന്നെയല്ലേ? അതെ, ഒരു ജീവനെയാണ് അത് രക്ഷിച്ചത്. മാസ്റ്റർ പീസ് ചിത്രം എന്നു തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ബർമാൻ അങ്ങനെ ന്യൂമോണിയ പിടിച്ച് പോയിരിക്കുന്നു. 2 ദിവസമേ അദ്ദേഹത്തിന് അസുഖമായിട്ടുള്ളൂ. നമുക്കറിയാം എന്നാണ് അദ്ദേഹത്തിന് അസുഖം പിടിച്ചത് എന്ന്. ഖനിത്തൊഴിലാളിയായിട്ട് മോഡലായിട്ട് ഇരുന്നപ്പോൾ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് താഴത്തേക്ക് ഇറങ്ങിപ്പോയി രാത്രിയിൽ പോയി ആ ചിത്രമൊക്കെ വരച്ചു കഴിഞ്ഞപ്പോഴാണ് പനി പിടിച്ചത്, ന്യൂമോണിയ പിടിച്ചത്. അങ്ങനെ അദ്ദേഹം വേദന സഹിച്ചുകൊണ്ട് മുറിയിൽ കിടക്കുന്നത് പിറ്റേ ദിവസം രാവിലെ കാവൽക്കാരൻ കാണുകയായിരുന്നു. ഷൂസും വസ്ത്രങ്ങളും മഞ്ഞുകട്ട പോലെ തണുത്തിരുന്നു. മഞ്ഞിലിരുന്നാണല്ലോ വരച്ചത്. പക്ഷേ ഈ രാത്രിയിൽ അദ്ദേഹം എവിടെ പോയതാണെന്ന് ആർക്കും മനസ്സിലായില്ല. നമുക്ക് മനസ്സിലായി അല്ലെ അദ്ദേഹം എവിടെയാണ് പോയത് എന്ന്. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളും ഷൂസുകളും ഒക്കെ തണുത്ത് നനഞ്ഞിരുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ. ആ ചുമരിലെ വള്ളിച്ചെടിയിലെ അവസാനത്തെ ഇല ആ രാത്രിയിൽ അദ്ദേഹം വരയ്ക്കാനായിട്ടാണ് പോയത്. അതെ, അത് മനസ്സിലാക്കിയ സ്യൂ പറയുന്നു, പുറത്തേക്ക് നോക്കൂ മോളെ, ചുമരിലെ വള്ളിയിലെ അവസാനത്തെ ഇലയിലേക്ക് നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കാറ്റടിക്കുമ്പോൾ അത് ആടുകയും അനങ്ങുകയും ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് അങ്ങനെ ചെയ്യാത്തത് എന്താണെന്ന് നിനക്ക് മനസ്സിലായോ? അതെ, അതാണ് ബർമാന്റെ മാസ്റ്റർ പീസ്, സ്യൂ ജോൺസിയോട് പറഞ്ഞു. അവസാനത്തെ ഇല കൊഴിഞ്ഞ രാത്രിയിൽ അദ്ദേഹം അവിടെ മറ്റൊരു ഇല പെയിന്റ് ചെയ്തു. ഹൃദയസ്പർശിയായ ഒരു കഥ അല്ലെ. നമ്മൾ ബർമാനെ കുറിച്ച് പഠിച്ചപ്പോൾ അയാൾ തീഷ്ണ സ്വഭാവക്കാരനാണ്, മൃദുലഭാവം അയാൾക്ക് ഇഷ്ടമല്ല, ഒരു കുട്ടിപ്പിശാചിന്റെ രൂപമാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അയാളുടെ മനസ്സിന്റെ ഉള്ളിലെ രൂപം എത്ര സുന്ദരമാണ് അല്ലെ. ശരീരം വികൃതമാണെങ്കിലും ഉള്ളിലെ മനസ്സ് സൗന്ദര്യം നിറഞ്ഞതാണ് എന്ന് ബർമാൻ ഇവിടെ കാണിച്ചു തരികയാണ്. ഇതില് ന്യൂമോണിയയെ പോലെ തന്നെ നമ്മളിവിടെ കഥാപാത്രങ്ങളായിട്ട് വരുന്ന സ്യൂ ജോൺസി, ഡോക്ടർ ബർമാൻ, ഈ കഥാപാത്രങ്ങളെ പോലെ തന്നെ കഥാകാരൻ ന്യൂമോണിയയെയും അതുപോലെ ഈ വള്ളിച്ചെടിയെയും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അവർക്കും ജീവനുള്ള 2 കഥാപാത്രങ്ങളായിട്ട് തന്നെയാണ് കഥാകാരൻ തനിമ നൽകിയിരിക്കുന്നത്. ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ജീവിതം എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തിൽ മുന്നോട്ട് പോകണം എന്നാണ്. അന്ധമായ വിശ്വാസങ്ങൾ നമ്മൾ പിന്തുടരരുത്. അതുപോലെ ശക്തമായ മനുഷ്യ സ്നേഹം, അതിന്റെ ഉറവിടം ഈ കഥയിൽ നമുക്ക് ബർമാനിലൂടെ കാണാൻ സാധിക്കും. മനുഷ്യ സ്നേഹത്തിന്റെ പ്രാധാന്യങ്ങളെല്ലാം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ സ്വന്തം ജീവൻ പോലും ബലി നൽകി മനുഷ്യ സ്നേഹം കാണിക്കുന്ന ആ ബർമാൻ എത്ര മഹത്വം നിറഞ്ഞ ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പോൾ അദ്ദേഹത്തെ നമ്മുടെ സ്മരണയിൽ എപ്പോഴും നമുക്ക് നിലനിർത്താം. മനുഷ്യ സ്നേഹവും ശുഭാപ്തി വിശ്വാസവും നമുക്ക് പിന്തുടരാം. ചെയ്യുമല്ലോ. നമുക്ക് ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.